ഉണ്ണിയാളെ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൊച്ചു സ്കൂളിൽ പോകാനല്ലേ മറ്റന്നോട്ട്. അപ്പൊ ഡാങ്കുട്ടിന് ബാഗ് മേടിച്ചിട്ടില്ലാണ്ടോ. അപ്പൊ ഡാങ്കുട്ടിന് ഞങ്ങള് ബാഗ് മേടിക്കാൻ വേണ്ടി എരമല്ലൂർ എന്ന സ്ഥലത്തേക്കാണ് പോണേ അല്ലേ. മമ്മി വന്നിട്ടില്ല. മമ്മി വരാൻ്റെ വേറെ ഒന്നുമല്ല, ഞാന് വണ്ടി രാവിലെ ഓട്ടം പോയിട്ട് വൈകുന്നേരം ആയപ്പോഴാണ്. അപ്പൊ ഇപ്പൊ മമ്മിക്ക് വരാൻ മടിയായെന്ന് പറഞ്ഞു. അത് കാരണം ഞാനും ഡാങ്കുട്ടനും കൂടെ പോണ കേട്ടാ. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. ബാഗൊക്കെ നോക്കി അല്ലേ, നല്ല ബാഗ് സെലക്ട് എടുക്കണം അല്ലേ. അപ്പൊക്കെ വില പറഞ്ഞ ബാഗ് നോക്കി എടുക്കണം കേട്ടാ. അധികം വിലയുള്ള ബാഗൊന്നും മേടിക്കരുത്, വില പറഞ്ഞ ബാഗ് നോക്കാൻ എടുക്കാൻ. അപ്പൊ അടിപൊളി, കാണാൻ അടിപൊളിയും വില കുറവും കേട്ടല്ലോ. അങ്ങനത്തെ ബാഗേ ഇല്ലേ ലോകത്തില്. അയ്യടാ, അങ്ങനത്തെ ബാഗൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം അല്ലേ. ഞങ്ങൾ ഈ ഒരു 8:30 ആകുമ്പോ ചെറിയൊരു ഓട്ടോ ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് ഇയാൾക്ക് ബാഗ് എടുത്തിട്ട് വരണം. അപ്പൊ ഞങ്ങളതേ പോകാൻ വേണ്ടിയാണ്. അപ്പൊ ഉള്ള വെട്ടത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുത്താണ്. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. കഴിച്ചപ്പോ അമ്മ ഇവിടെ നിന്നാണ് ഡാങ്കുട്ടന്റെ ബാഗ് സാധനമൊക്കെ എടുക്കണം കേട്ടോ. നമ്മളിവിടെ സ്ഥലത്തെത്തി. ഇന്നതേ അവിടെ കയറി ബാഗൊക്കെ നോക്കി എടുക്കണം. ഞങ്ങൾ കടയിലേക്ക് പോകണാണ്. അല്ലേ ഡാങ്കുട്ടാ, പോലാ ഗായ്സ്. അപ്പോൾ നമ്മള് കടയുടെ അകത്ത് വന്ന് അപ്പൊ എല്ലാം കണ്ടത് ഡാങ്കുട്ടൻ കണ്ണും തള്ളി നിൽക്കുകയാണ് കേട്ടോ. എന്തെടുക്കണം ഏതെടുക്കണമെന്നൊരു പിടുത്തമില്ലാണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിന് ഞാൻ ബാഗൊക്കെ ഒന്ന് നോക്കി. അതിൽ നിന്നൊരു ബ്ലാക്ക് ബാഗ്, ഇതാണ് ബാഗ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ബാഗ് ഇതാണ്. അപ്പോൾ ഡാങ്കുട്ടൻ ആ ഗ്യാപ്പിലൊരു ബോക്സും അവന് ഇഷ്ടപ്പെട്ടൊരു ബോക്സും എടുത്ത്. അപ്പോൾ ബാഗും ആയി, ബോക്സും ആയി. പിന്നെ അവിടെ നേരെ ഞങ്ങൾ നടന്ന്, അപ്പോൾ അവിടെ നമ്മൾ നടന്ന് നേരെ ബില്ലിംഗ് സെക്ഷനിൽ അവിടെ വന്ന്. അപ്പോൾ അവനൊരു ലഞ്ച് ബാഗ് എടുക്കണമായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിന് ഡാങ്കുട്ടൻ എന്തേ ഒരു കട്ടറും പെൻസിലും കാര്യങ്ങളൊക്കെ അവൻ പോയി എടുത്തുകൊണ്ട് വന്നു. പിന്നെ ബില്ലൊക്കെ അടിച്ച് നേരെ ബില്ല് പൈസ കൊടുത്തിട്ട് സമയത്ത് ആ കടയുടെ ഓണറാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇക്കൊക്കെ നമ്മളെ നേരത്തെ പരിചയമുണ്ട്. കാര്യം ഒരു പ്രാവശ്യം നമ്മൾ ഷോർട്സ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ടുണ്ടായി. അപ്പോൾ ഇക്ക അങ്ങനെ ചാനലിൻ്റെ കാര്യമൊക്കെ തിരക്കി. ചാനൽ പേര് മറന്നു പോയി പുള്ളി. അപ്പോൾ പേരൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പുണ്യാള ഫാമിലിയിൽ നിന്ന് പറഞ്ഞൊക്കെ കൊടുത്ത് അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഞങ്ങളതും കഴിഞ്ഞ് നേരെ നമ്മുടെ അടുത്തുള്ള ഒരു കടയാണ്, സുനിച്ചേൻ്റെ കട. അങ്ങനെ അവിടെ കയറി ഞാനും ഡാങ്കുട്ടനും കൂടെ ഓരോ ലൈം ജ്യൂസൊക്കെ കുടിച്ച് ഡാങ്കുട്ടൻ ഹാപ്പിയായി. അങ്ങനെ നേരെ അവിടെ നിന്ന് വീട്ടിലോട്ട്. അയ്യടാ, ചോദിച്ചിട്ടാണ് അങ്ങനെ നിൽക്കാറുണ്ടല്ലേ. കാലം കൂടെ അമ്മക്കമ്മാനും കൂടെ പോകാൻ ഇവിടെ ബാഗ് നോക്കണോളെ. അമ്മ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരാട്ടാ. ബോക്സ് മമ്മി കാണിച്ചോട്ടെ. ബാഗ് 900 സംതിങ്. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല ബാഗ് അല്ലേ. അത്രയും വില മാത്രമേ ഉള്ളു അല്ലേ. ബാഗ് ഡാങ്കുട്ടന്റെ അൺബോക്സിംഗ് ആണോടാ. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? എവിടെ വേറെ ഒരു ടിഫിൻ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഡാങ്കുട്ടന്റെ ടിഫിൻ ബോക്സ്. പിന്നെ ഒരു ലഞ്ച് ബാഗ്. പിന്നെ വേറെ ഒന്നുമില്ല. ഒരു കൊട വാങ്ങിച്ചു. ടിഫിൻ ബോക്സിന്റെ ഇതായിരിക്കും ഇനി ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം അതിനകത്ത്. ഇത് കാണാണ്ട് അതിന്റെ അകത്ത് ഉണ്ടായോണ്ട് ഇനി ഇതായിരിക്കും ഇനി ഏതാണ് ബാഗ് കേട്ടോ. ഒരു ഡാങ്കുട്ടന് ഒറ്റക്കുള്ള ബാഗ് മതി. ബ്ലാക്ക് ബാഗ് വാങ്ങിച്ചത്.
മൂന്ന് പെൻസിൽ അതിന്റെ ഇടക്ക് ഓടിപ്പോയിട്ട് ഈ പെൻസിലൊക്കെ ഈ പെൻസിലൊന്നും ഉണ്ടാവൂല. ഇതൊക്കെ രണ്ടു ദിവസത്തേക്ക് തേര് എല്ലാ ദിവസവും ഇനി പഠിക്കാൻ പോയിട്ട് വരുമ്പോ പറയാം അപ്പേ പെൻസിൽ ഇല്ലാട്ടാ ഞാൻ കളഞ്ഞിട്ട് സ്റ്റീലില്ല പൊടിച്ച് കളയാൻ ഉണ്ടാക്കുന്ന സ്റ്റീലിന്റെ സ്കെയിലാണ് പഠിച്ചേക്കണല്ലേ. ആ പിതാവ് അപ്പൊക്കെ അടിക്കുകയും ചെയ്യാൻ ഇടക്ക് പിടിച്ച് പഠിച്ചില്ലെങ്കിൽ എനിക്ക് പറഞ്ഞാൽ പൊടിക്കുകയും ചെയ്യാൻ പിടിച്ചു. പഠിക്കുമ്പോ ഇപ്പുറത്തെ മുറി ബാഗ് ബുക്കിട്ട് അപ്പുറത്തെ മുറി വരും. എനിക്ക് നല്ല ബാഗാണ്. നമ്മ ഒരു ബാഗ് ഇട്ട് കഴിഞ്ഞാൽ 2-3 കൊല്ലം ഉപയോഗിക്കും. വെള്ള പിള്ളേർക്കൊക്കെ പറ്റിയോ കൊട. അതെ നമ്മളെ ഇവിടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം കുറച്ച് നടക്കണം റോഡിലോട്ട്. അപ്പൊ ഈ മഴക്കാലത്ത് ചെറിയ കൂടെ പറ്റൂല. ഇതാകുമ്പോ രണ്ടുപേരും കൂടെ പോകാനല്ലേ എപ്പോഴും ഭയങ്കരമായിട്ട് പാടുകൊണ്ടാവണം. കാര്യം നനയാറുണ്ട്. അപ്പൊ കാരണം ഈ പ്രാവശ്യം അത് കരുതിയാണ് നിന്ന് ഒരു കുട മേടിച്ച്. പിന്നെ ചോറ് പാത്രം വാങ്ങിച്ചില്ല നമ്മള്. അത് നമുക്ക് പിന്നെ മേടിക്കാം, പൈസ കഴിഞ്ഞില്ല. പിന്നെ ഡാങ്ങോട്ടിന് ഷൂസും വാങ്ങിക്കണം. പിന്നെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഒരു 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. അപ്പൊ അത് പിന്നെ ഷൂസ് പാത്രമൊക്കെ എല്ലാം കൂടെ ഒന്നിച്ച് മേടിക്കാന്ന് വെച്ചു. അങ്ങനെ വിചാരിച്ചാല് കൂടുതൽ പൈസയായി. ഈ പ്രാവശ്യം ഒന്നും നിർബന്ധിച്ചില്ലടാ. അല്ലേ ഡാങ്ങോട്ടാ പക്ഷെ ഡാങ്ങോട്ടൊന്നും നിർബന്ധം പിടിച്ചില്ലാട്ടാ. ഞാൻ ഈ ബാഗ് ഞാനാണ് എടുത്തത്. അപ്പൊ എനിക്ക് കാണിച്ചു തന്നത് 780 ഒരു ബാഗാണ് അവൻ. ഇതിപ്പോ 980 അങ്ങനെ ഉണ്ട്. ഇവര് 750 ബാഗ് എടുത്തിട്ട് പറഞ്ഞത് ഇത് മതിയാപ്പെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഇത്തിരി ചെറുതായിരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇത് എടുത്തത്. ചായ കടിക്കട്ടെ എന്തായാലും. ചായ കുടിക്കാം അങ്ങോട്ടാ. ചായ കുടിച്ചാലോ? മിച്ചറുണ്ടോ പോയി? ഞങ്ങള് എല്ലാ ദിവസവും ഓട്ടം പോട്ട് വരുമ്പോ ഞങ്ങള് കട്ടൻ ചായ മിച്ചറല്ലേ അങ്ങോട്ടാ? അങ്ങോട്ടാ കട്ടൻ ചായ മിച്ചറല്ലേ ഡാങ്ങോട്ടന്റെ ഫേവറേറ്റ്. ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കോട്ടെ. കട്ടൻ ചായ മിച്ചറ് ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കും. പിന്നത്തെ താമസിച്ചു അതുപോലെ 7 മണിയൊക്കെ വരുമ്പോഴത്തേക്കും ചായ ഞാൻ ഇവിടെ വന്നിട്ട് ചായ കുടിക്കും. അപ്പൊ മിച്ചർ വാങ്ങിച്ചിട്ട് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഇത്തിരി മിച്ചറും ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കണം. അപ്പൊ എന്തായാലും ചായ കൊണ്ടുവരട്ടെ. ഒരാൾ പോയിട്ടുണ്ട്. ചായ എടുത്തു മമ്മി. അതിനപ്പൊ ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കട്ടൻ ചായ ഇതപ്പ ചേട്ടാ ഓട്ടോ ഓടിയിട്ട് പതിവുള്ള ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ കട്ടൻ ചായ കുടിക്കും. മിച്ചറങ്ങളാ ലൂസ് മിച്ചറാണ്ടാ തൂക്കി മേടിച്ചാ എല്ലാ ദിവസവും ഇടാണ്ട. ഞങ്ങള് ഓട്ടം കഴിഞ്ഞ് വരുമ്പോ കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ചായ കുടിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പിന്നെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ചോറൊക്കെ കഴിച്ച് കിടക്കണം. അപ്പൊ അതിനിടക്ക് ഞങ്ങള് അല്ലേ ഷോർട്സ് എടുക്കാളൊക്കെ എടുത്ത് പറ്റല്ലേ. ഷോർട്സ് ഒക്കെ എടുത്തിട്ടാണ് ചായ കുടിച്ച് ഇനി വന്ന് അത് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ട് ഫുഡൊക്കെ കഴിച്ച് ഡാങ്ങോട്ട് നേരത്തെ കുറച്ച് കിടത്തും. കാരണം അവൻ അത്ര നേരം ഇരിക്കൂല. ഞാനിനി ഇതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഞാനാവോ സത്യം പറഞ്ഞു. അപ്പൊ രണ്ടുപേരും കൂടി ഇവിടെ ചായ കുടിക്കാണ്. ഇങ്ങോട്ട് പോകാൻ ഞാനിവിടെ പറഞ്ഞിരിക്കണ്ട. ഞാൻ ആൾക്കാർ ഈ അതിനേക്കാളും പറയാ ആരാ കൂടുതൽ ശ്രദ്ധിക്കണേ. ഇവര് ശരീരത്തിട്ട് നോക്കി എന്റെ അടുത്ത് നോക്കുമ്പോ പറയാ ആരാ കൂടുതൽ ശ്രദ്ധിക്കണേ. അവിടെ എന്താ ബാഗ് കളിച്ചാൽ എന്തായി ഇഷ്ടപ്പെട്ടാലോ? നിലത്ത് വെച്ചിട്ട് ലൈഫ് ഇല്ലാതെ ഇപ്പൊ മഴക്കോണ്ടാണ് കൊണ്ട് വെച്ചത്. അപ്പൊ വീഡിയോ വലിച്ചു കിട്ടല്ല. കൊറേ പരിപാടിയൊക്കെ ഉണ്ട്. ഇനി വെളുപ്പിന് എനിക്കൊരു ഓട്ടോ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാം. 2 ദിവസമായിട്ട് ഞങ്ങൾ ഷോർട്സ് ഒന്നും എടുത്തില്ല. കാര്യം ജിയാക്ക് ചെറിയൊരു പനിയൊക്കെയാണ്. ചെറിയൊരു പനിയുടെ കാര്യമായിട്ടല്ല, എന്നാലും ചെറിയൊരു പനി ഉണ്ടായി. അലർജി ഉണ്ട്. അലർജി ഉള്ളതുകൊണ്ട് ചെറിയൊരു ശ്വാസം മുട്ടലും ഇതൊക്കെ ആയിട്ട് 2 ദിവസം വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങള്. പെട്ടെന്ന് ഈ ഇങ്ങനെ ക്ലൈമറ്റ് ഒക്കെ മാറുമ്പോഴേ പെട്ടെന്ന് ഒരു ഇങ്ങനെ ശ്വാസം മുട്ട് ചെറിയൊരു ശ്വാസം മുട്ടൊക്കെ ഉണ്ട് ആളിന്. പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ അല്ലേ പെട്ടെന്ന് ആളുടെ മൈൻഡ് മാറും. അപ്പൊ അത് കാരണം 2 ദിവസമായിട്ട് ഞങ്ങൾ ഷോർട്സ് ഒന്നും എടുത്തില്ല. ഇനി പിന്നെ എടുത്ത. അപ്പൊ നാളെ അതിടും. നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണണം.
നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മള്. ഇതൊക്കെയാണ് നമ്മള് ജീവിതം. അപ്പൊ ഭയങ്കരമായിട്ടല്ലേ രാത്രി ക്ലാരിറ്റിയുടെ എന്തെങ്കിലും ചെറിയ വിഷയമൊക്കെ ഉണ്ടാകും. കാരണം നമ്മള് ഇപ്പൊ 2-3 ബൾബ് ഇങ്ങനെ പുറകിലൊക്കെ തൂക്കിയിട്ടിട്ടാണ് ഇങ്ങനെ, അതാണ് ഇടയ്ക്കിങ്ങനെ പെട്ടെന്ന് മാറി മാറി വന്ന കുറച്ചിങ്ങനെ അടുപ്പിച്ചിട്ട് അല്ല എന്നെ നേരെ മാറ്റി ഇപ്പൊ കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്ന് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ചെറിയ എന്തെങ്കിലും കഥകളൊക്കെ എടുത്ത് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നിനും സമയം കിട്ടാറില്ല. ആരും ഷോർട്സ് തന്നെ ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ എങ്ങനെ ഇപ്പൊ ഞാൻ ഓട്ടോ കഴിഞ്ഞപ്പോ സ്റ്റാൻഡിൽ പോയി തുടങ്ങിയാൽ പിന്നെ പണിയാണ്. അപ്പൊ സ്റ്റാൻഡിൽ പോയിട്ട് ഇടയ്ക്ക് കുറച്ചു നേരം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യും. പിന്നെ ബാക്കി ഇവിടെ വന്നിട്ട് കിടക്കണമുമ്പാണ് എല്ലാം ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണമുമ്പ് ഇങ്ങനെ ചെയ്തിട്ടൊക്കെ കിടക്കും. അപ്പോൾ ഒരു 12-1 മണിയൊക്കെ ആവുന്ന സാധനം കിടക്കുമ്പോൾ അതിന് കൂടുതൽ നമുക്ക് ഉറക്കാൻ നിൽക്കാൻ പറ്റില്ല. വണ്ടിപ്പണി കാര്യം നമ്മളല്ലല്ലോ. നമ്മളപ്പോ വിശ്വസിച്ച് വണ്ടി വന്ന് കയറുന്ന ആൾക്കാരെ നമ്മൾ ഉറക്കണമല്ലോ. എല്ലാം ഉറങ്ങിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതും പണിയാവും. അപ്പൊ അല്ലേ അതൊക്കെയല്ല നമുക്ക്. അപ്പൊ എല്ലാരും ഇങ്ങനെ മിച്ചറൊക്കെ കൂടി ചായ കുടിക്കുന്ന ആരെങ്കിലും പതിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. പിന്നെ മറ്റൊരു വീഡിയോ കാണാം. ടാറ്റ, ബൈ.